നാഥനോടൊപ്പം നമ്മെ സ്നേഹിച്ച് ജീവൻ്റെ സമൃദ്ധിയിൽ നയിക്കുന്ന ഈശോയുടെ കൂടെ നമുക്കായിരിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 2-ാം തിരുവചനം. ഈശോ അരുളി ചെയ്തു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ പറയുമായിരുന്നോ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. കഴിഞ്ഞ ദിവസം അകാലത്തിൽ തൻ്റെ ജീവിത പങ്കാളിയെയും ചെറുപ്പക്കാരായ 2 മക്കളെയും നഷ്ടപ്പെട്ടു പോയ അമ്മ, എന്നാലും എൻ്റെ ദൈവം ഇങ്ങനെ ചെയ്തല്ലോ എന്ന് വേദനിക്കുന്ന സമയത്ത് ഈ ഒരു വചനചിന്ത ആശ്വാസത്തിലേക്ക് നയിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് 2 പൗരത്വങ്ങളുണ്ട്. ഒന്ന് ഈ ഭൂമിയിലെ പൗരത്വം, അതിനേക്കാൾ വലിയ പൗരത്വമാണ് സ്വർഗത്തിലെ എൻ്റെ പൗരത്വം. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, അതിനേക്കാളും വലിയ പൗരത്വം എനിക്കുണ്ടെന്ന് ഞാൻ അറിയണം, സ്വർഗ രാജ്യത്തിൻ്റെ പൗരത്വം. ഈ തിരിച്ചറിവോടുകൂടി ഭൂമിയിൽ നാം ജീവിക്കണം. കാരണം ഈ ലോക ജീവിതം നൈമിഷികമാണ്. വചനം പറയുന്ന പോലെ 70 ഏറിയാൽ 80. ഇത് കഴിഞ്ഞാൽ നമുക്കൊരു നിത്യജീവിതമുണ്ട്. സ്വർഗത്തിൻ്റെ പൗരത്വത്തിൽ അടിസ്ഥാനമിട്ട് സ്വർഗരാജ്യത്തിൻ്റെ പൗരത്വത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും. രാജ്യത്തിൻ്റെ പാസ്പോർട്ടിനനുസരിച്ച് ആ പൗരന് വിലയുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ട് പോലെയല്ല അമേരിക്കൻ പാസ്പോർട്ട്, വിലയുണ്ട്. അതിനും വലിയ പാസ്പോർട്ടാണ് സ്വർഗരാജ്യത്തിൻ്റെ പാസ്പോർട്ട്. അതുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതം പെട്ടെന്ന് തീർന്നാലും സ്വർഗത്തിൻ്റെ പൗരത്വം നമ്മെ സമാധാനത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക്, വലിയ സന്തോഷത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് അകാല മരണമോ എന്തുമാകട്ടെ ഈ ലോകത്തിലെ ജീവിതം, നമ്മുടെ പൗരത്വം നിത്യമായത് സ്വർഗത്തിലാണ്. ഈ വലിയ സത്യം നമ്മെ സ്വർഗരാജ്യത്തിൻ്റെ പൗരത്വത്തിൽ ഉറപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിലയുള്ളതായി തീരും. നാഥനോടൊപ്പം അവിടുത്തെ ആശ്വാസ വചനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ പൗരത്വമുള്ള മക്കളായി, സ്വർഗത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് നാഥൻ്റെ കൂടെ ആയിരിക്കാം. കാലം കഴിയാറായി, പടക് തകരാറായി, നീ ഒരുങ്ങിയിട്ടുണ്ടോ വാനിൽ പോയിടാൻ? കാലം കഴിയാറായി, പടക് തകരാറായി, നീ ഒരുങ്ങിയിട്ടുണ്ടോ വാനിൽ പോയിടാൻ? നിൻ തോണിയിലമരക്കാരൻ അവനുറങ്ങുന്നുവോ മയങ്ങുന്നുവോ? നിൻ തോണിയിലമരക്കാരൻ അവനുറങ്ങുന്നുവോ മയങ്ങുന്നുവോ? നിൻ തോണിയിലമരക്കാരൻ അവനുറങ്ങുന്നുവോ മയങ്ങുന്നുവോ? നിൻ തോണിയിലമരക്കാരൻ അവനുറങ്ങുന്നുവോ മയങ്ങുന്നുവോ? കാലം കഴിയാറായി, പടക് തകരാറായി, നീ ഒരുങ്ങിയിട്ടുണ്ടോ വാനിൽ പോയിടാൻ?
പ്രതികൂലത്തിരകളാൽ നീ വലയുന്നുവോ, കരവിട്ടു പല നാഴിക ദൂരത്താണോ? പ്രതികൂലത്തിരകളാൽ നീ വലയുന്നുവോ, കരവിട്ടു പല നാഴിക ദൂരത്താണോ? പടക് തകരുമ്പോൾ ക്ഷീണമേറുമ്പോൾ യേശു രക്ഷിപ്പാൻ ചാരത്തണഞ്ഞിടും. പടകു തകരുമ്പോൾ ക്ഷീണമേറുമ്പോൾ യേശു രക്ഷിപ്പാൻ ചാരത്തണഞ്ഞിടും. കാലം കഴിയാറായി, പടകു തകരാറായി, നീ ഒരുങ്ങിയിട്ടുണ്ടോ വാനിൽ പോയിടാൻ? കലുഷിത ലോകത്തിനവകാശിയോ, വേദന തന്നുടെ തീരത്താണോ? കലുഷിത ലോകത്തിനവകാശിയോ, വേദന തന്നുടെ തീരത്താണോ? ലോകം വെറുത്തിയിടും നിന്നെ ഒരു നാളിൽ, യേശുനാഥന്റെ മാറിൽ ചാരിടൂ. ലോകം വെറുത്തിയിടും നിന്നെ ഒരു നാളിൽ, യേശുനാഥന്റെ മാറിൽ ചാരിടൂ. കാലം കഴിയാറായി, പടകു തകരാറായി, നീ ഒരുങ്ങിയിട്ടുണ്ടോ വാനിൽ പോയിടാൻ? കാലം കഴിയാറായി, പടകു തകരാറായി, നീ ഒരുങ്ങിയിട്ടുണ്ടോ വാനിൽ പോയിടാൻ? നിൻ തോണിയിലമരക്കാരൻ അവനുറങ്ങുന്നുവോ, മയങ്ങുന്നുവോ? നിൻ തോണിയിലമരക്കാരൻ അവനുറങ്ങുന്നുവോ, മയങ്ങുന്നുവോ? നിൻ തോണിയിലമരക്കാരൻ അവനുറങ്ങുന്നുവോ, മയങ്ങുന്നുവോ? നിൻ തോണിയിലമരക്കാരൻ അവനുറങ്ങുന്നുവോ, മയങ്ങുന്നുവോ? നാഥനോടൊപ്പം വലിയ തിരിച്ചറിവുകൾ നൽകി ഈശോ നമ്മെ തന്നോട് ചേർത്ത് പിടിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാം തിരുവചനം. പൗലോസ്ലീഹ പറയുകയാണ്, എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. ഒരു ദൈവ പൈതലിൻ്റെ
വലിയ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഓർക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും അവസ്ഥയെക്കുറിച്ചും. വിശുദ്ധ കൊച്ചുതെരേസ്യ 3.5 വയസ്സായ സമയത്ത് അവള് അമ്മയെ വിളിച്ചിട്ട് സ്നേഹത്തോടെ ചുംബനം കൊടുത്തിട്ട് പറയുകയാണ്, എൻ്റെ അമ്മ ഒന്ന് മരിച്ചിരുന്നെങ്കിൽ. അപ്പോൾ സെലിൻ അവളെ ശാസിച്ചു, മകളെ അങ്ങനെ പറയരുത്. അപ്പോൾ കുഞ്ഞ് പറയുകയാണ്, അമ്മ മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമ്മയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാൻ പറഞ്ഞത്. ഒരു വലിയൊരു കാഴ്ചപ്പാടാണിത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ മറന്നിരിക്കുന്ന ഒരു സത്യമാണ് ഈ ലോകത്തിൽ മാത്രമുള്ള ജീവിതം ഉള്ളൂ എന്നുള്ളത്. എന്നാൽ സത്യം, ഇതിനുശേഷം ഒരു ജീവിതമുണ്ട്. ഇത് ഈശോയുടെ കൂടി ആയിരിക്കേണ്ട ജീവിതമാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോഴും ഇതിനുശേഷവും ഈശോയുടെ കൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നാഥനോടൊപ്പം ആയിരിക്കുന്ന ഈ സമയം നമ്മെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കാനും മരണശേഷം ഈശോയുടെ കൂടെ തന്നെ ആയിരിക്കുവാൻ വേണ്ട വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയിൽ നമ്മുടെ ജീവിതം ഈ ഭൂമിയിലും ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷവും സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ജീവിതമായിരിക്കും. ആ ഉറപ്പാണ് ഈശോ നമുക്ക് നൽകുന്നത്. ആ ഉറപ്പിൽ ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ ആ വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കും. സമാധാനം നൽകാൻ നിങ്ങൾക്കു ഞാൻ എന്നുടെ സമാധാനം നൽകാൻ നിങ്ങൾക്കു ഞാൻ സമാധാനം നൽകാൻ നിങ്ങൾക്കു ഞാൻ എന്നുടെ സമാശ്വാസം നൽകാൻ നിങ്ങൾക്കു ഞാൻ ക്ഷണികലോകസുഖം തേടും ജഡിക മാനസരേ വ്രണിതമായ മനം നീറിയുരുകിടുന്നവരെ ക്ഷണികലോകസുഖം തേടും ജഡിക മാനസരേ വ്രണിതമായ മനം നീറിയുരുകിടുന്നവരെ വരൂ നുകരൂ എൻ്റെ സ്നേഹം സ്വസ്ഥമാ ശാന്തമാ എന്നിൽ വാഴുവിൻ
എന്നെൻ കരതാരിൽ നിത്യം സമർപ്പിക്കുമോ നീ? സമാധാനം നൽകാം നിങ്ങൾക്കു ഞാൻ, എന്നുടെ സമാശ്വാസം നൽകാം നിങ്ങൾക്കു ഞാൻ. ആദിയേറിയുള്ളു തേങ്ങി ഭീതിയാൽ തളർന്നു നിൻ ആശതൻ സുമങ്ങളും പൊഴിഞ്ഞതാം നാളിലും ആത്മനാ സഹായകൻ വരും ആശയും പ്രതീക്ഷയും തരും സ്നേഹിതാ നിന്നിലൻ വരദാനം നിത്യം വർഷിച്ചിടാം ഞാൻ. സമാധാനം നൽകാം നിങ്ങൾക്കു ഞാൻ, എന്നുടെ സമാശ്വാസം നൽകാം നിങ്ങൾക്കു ഞാൻ. ക്ഷണികലോകസുഖം തേടും ജഡികമാനസരേ, വ്രണിതമായ മനം നീറിയുരുകിടുന്നവരേ. ക്ഷണികലോകസുഖം തേടും ജഡികമാനസരേ, വ്രണിതമായ മനം നീറിയുരുകിടുന്നവരേ. വരൂ നുകരൂ എൻ്റെ സ്നേഹം, സ്വസ്ഥമാ ശാന്തമാ എന്നിൽ വാഴുവിൻ. സ്വസ്ഥമാ ശാന്തമാ എന്നിൽ വാഴുവിൻ. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന, സൗഖ്യം നൽകുന്ന, സ്നേഹം നൽകുന്ന കാരുണ്യമാണ് അവിടെ നിന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ ഞങ്ങൾ അങ്ങയെ തേടേണ്ടത് ഈ ലോകത്തിന് വേണ്ടി മാത്രമല്ല ഈശോയെ. ഈ ലോക ജീവിതത്തിന് ശേഷം അങ്ങയോടുകൂടെ സൗഭാഗ്യത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന ജീവിതത്തിന് വേണ്ടി കൂടി ഞങ്ങൾ അങ്ങയെ തേടണം. ആ വലിയ അഭിഷേകം, ആ ദൈവീക ജ്ഞാനം അങ്ങ് ഞങ്ങൾക്ക് നിറച്ചു തരണമേ ഈശോയെ. ഈ ലോകത്തിലെ നൈമിഷിക ജീവിതത്തിന് ശേഷം സ്വർഗത്തിൽ അങ്ങയോടുകൂടെ നിത്യസൗഭാഗ്യത്തിൽ എന്നും ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ ലഭിക്കട്ടെ. അതിനുവേണ്ട അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറച്ച്, അറിവ് കൊണ്ട് ഞങ്ങളെ നിറച്ച്, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അവിടുന്ന് നയിക്കണമേ. ഈ വലിയ പ്രാർത്ഥന അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു.
ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. ആമേൻ. കാലം കഴിയാറായി പടക് തകരാറായി നീ ഒരു